ഒരു വർഷം പോത്ത് വളർത്തി അപ്പോഴത്തേക്ക് കൊടുക്കാറാവും എന്നുള്ളൊരു കണക്കൂട്ടലിൽ ചിലവർ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും തീരെ ചെറിയൊരു പോത്ത് മേടിച്ചിട്ട് നമുക്ക് ഒരു വർഷം കൊണ്ട് വളർത്തിയാൽ ഒന്നും ആവില്ല. ഏകദേശം ഒരു ലൈവ് വെയിറ്റ് ഒരു 300 കിലോ 250 കിലോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഹൈദറിനെ അഴിച്ചില്ല. കാരണം ഞാൻ ഇന്നലെ വന്നപ്പോൾ ഏകദേശം ഒരു 10 മണിയായി രാത്രി. സാധാരണ ഇവന്മാർക്ക് രണ്ടുപേർക്കും കൈത്തീറ്റ കൊടുക്കുന്നത് രാത്രി, അതായത് ഞാൻ വന്നതിന് ശേഷം രാവായിട്ടാണ് കൊടുക്കുന്നത്. ഒരുപാട് താമസിച്ചതുകൊണ്ട് ഇവന്മാരെ അഴിച്ചുകൊണ്ട് ഇവിടെ കണ്ട പാടമൊക്കെ അല്ലേ, അപ്പോൾ പാമ്പുകളുടെ ശല്യമൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ 2-3 പ്രാവശ്യം പാമ്പുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് യാത്രയാക്കി ഞാൻ അഴിക്കില്ല, ഇവിടെ കെട്ടാറാണ് പതിവ്. അപ്പോൾ രാവിലെ തന്നെ കൈത്തീറ്റ കൊടുത്തതാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. നിങ്ങളെ കൊഞ്ചലും അതേപോലെ സൗണ്ടുകളൊക്കെ കേൾക്കാം. അതിരാവിലെ ആയതുകൊണ്ട് നമ്മളിന്ന് കൈത്തീറ്റയായിട്ട് കൊടുക്കുന്ന കടൽപ്പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തതാണ്. കടൽപ്പിണ്ണാക്കിന് ഏകദേശം ഒരു കിലോയ്ക്ക് നമ്മൾ മേടിക്കുമ്പോൾ 60 രൂപയും, ഹോൾസെയിൽ റേറ്റിലാണെങ്കിൽ 50 കിലോ മേടിക്കുമ്പോൾ 2600 രൂപയും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 45 രൂപ 46 രൂപ വിലയാണ് കടൽപ്പിണ്ണാക്കിന് വരുന്നത്. കടൽപ്പിണ്ണാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഗ്രോത്ത് ഉണ്ടാവും. ഇറച്ചിയിൽ നല്ല സൈസ് പെട്ടെന്ന് കയറാനുള്ള ഒരു ഇതുകൂടിയുണ്ട്. പുതിയതായിട്ട് പോത്തുവില മേടിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരുടെയും ഒരു വിചാരമുണ്ട്, ഒരു വർഷം പോത്ത് വളർത്തി അപ്പോഴത്തേക്ക് കൊടുക്കാറാവും എന്നുള്ളൊരു കണക്കൂട്ടലിൽ ചിലവർ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും തീരെ ചെറിയൊരു പോത്ത് മേടിച്ചിട്ട് നമുക്ക് ഒരു വർഷം കൊണ്ട് വളർത്തിയാൽ ഒന്നും ആവില്ല. ഏകദേശം ഒരു ലൈവ് വെയിറ്റ് ഒരു 300 കിലോ 250 കിലോയുടെ അടുത്തൊരു ഒരെണ്ണമാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് കൊടുക്കാൻ പാകത്തിന് ആയിരിക്കും പോത്ത്. നേരെ മറിച്ച് നമ്മൾ 6 മാസമുള്ള ഒരു പോത്തിനാണെങ്കിൽ 2 വർഷം നല്ല രീതിയിൽ നോക്കേണ്ടി വരും നമുക്ക് കൊടുക്കുമ്പോൾ. മേത്തപ്പടി ചെളിയായിരുന്നില്ല, ഒന്ന് കുളിപ്പിക്കണം എന്ന് ഓർത്തോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഹൈദറിൻ്റെയും മണീൻ്റെയും കുളിസീൻ അടുത്ത ദിവസം നമ്മളൊരു വീഡിയോ ആക്കി വിടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല അടിപൊളി കുളിസീനായിരിക്കും. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാനായിട്ടൊന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ ഹൈദറിൻ്റെയും മണീൻ്റെയും കുളിസീന് തലയിൽ നല്ല ചേറും ഒക്കെ ആയിട്ടുണ്ട്. ചൊറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അനങ്ങാണ്ട് അവിടെ ഇരിക്കും. കാരണം നമുക്കായാലും ഒന്ന് ചൊറിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് ചൊറിഞ്ഞ് നമ്മളവിടെ നിന്ന് സ്വിച്ച് അവിടെ ഇരിക്കും. അതേപോലെയാണ് ഇവന്മാരും. പുല്ല് ഒരുപാടില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ വാഴയ്ക്കത്തുണ്ട് ഇടയ്ക്ക് കിട്ടുമ്പോൾ ഡിഷ് ചെയ്യും. നമ്മളിവനൊന്ന് നനച്ച്, നല്ല ചൂടുള്ള ടൈം ആയതുകൊണ്ട് ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ശരിക്കും നല്ലതുപോലെ ഒന്ന് നനച്ചിട്ട് കൊണ്ടുവന്ന് കെട്ടി അവനൊരു സുഖവും മൊത്തത്തിലൊന്ന് ചെളിയും പോയി കിട്ടും. ഇനിയിപ്പോൾ അടിപൊളിയായിട്ട് പുല്ല് നിന്ന് അനങ്ങാണ്ട് അവിടെ നിന്നോളും. മണിയനെ നമ്മളിന്ന് മാറ്റി കെട്ടിയിട്ടുണ്ട്. അവൻ്റെ മേത്തും അതേപോലെ തന്നെ നല്ലതുപോലെ ചെളിയുണ്ട്. അപ്പോൾ അല്പം പാടത്ത് നിന്ന് അല്പം മാറ്റിയാണ് കെട്ടിയിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം പുല്ലൊക്കെ ഉണ്ട്. ഒരുപാട് ലൂസാക്കിയല്ല കെട്ടിയിരിക്കുന്നത്, കാരണം വഴി സൈഡാണ്. അപ്പോൾ അതുപോലെ മറ്റുള്ളവർക്ക് ശല്യമാകാത്ത വിധം നമ്മൾ ചുരുക്കിയാണ് കെട്ടിയിരിക്കുന്നത്. ഇവിടെ ആ അറവുകാരൻ്റെ അറവുമാടുകൾ കെട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇല്ലായിരുന്നു, കാളയോ ഒന്നും അവിടെ കെട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കെട്ടി. അതിൻ്റെ ഇനിയിപ്പോൾ എന്തെങ്കിലും പറയുമോ എന്നുള്ള അറിയില്ല. നമ്മളെന്തായാലും കെട്ടി. ഇവിടെ സാധാരണ കെട്ടുന്നിടത്ത് പുല്ല് കുറവായതുകൊണ്ട് അങ്ങോട്ട് മാറ്റി കെട്ടിയതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ചെറിയ പോത്തുകളെ മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഇണക്കം നമ്മളുമായിട്ട് അതിന് നല്ലൊരു ഇണക്കം കിട്ടും. അപ്പം നമുക്ക് പറഞ്ഞാലൊക്കെ അനുസരിക്കുകയൊക്കെ ചെയ്യും. മണിയൻ അതേപോലെയാണ്, ഭയങ്കര ഇതറും അതേപോലെ തന്നെ. പക്ഷേ മണിയൻ ഇച്ചിരി നല്ല ഒരു പാവത്താനാണ്. അവനെയും ഒന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നനച്ച് ശരീരം ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായി, അവനും ഉഷാറായി. പിന്നെ കുറച്ച് നമ്മളിന്നൊരു 2 ചാക്ക് നമുക്കിന്ന് വാഴയ്ക്കത്തോണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കടിച്ച് കുറച്ചവന്മാർ ഇന്ന് വൈകിട്ടൊരു കൈത്തീറ്റയും കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരുടെ കാര്യം ഒരു ഉഷാറാവുന്നു. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു സംശയങ്ങളോ കാര്യങ്ങളോ പോത്ത് സംബന്ധമായ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പോത്ത് സംബന്ധമായ സംശയങ്ങൾ കുറേ സബ്സ്ക്രൈബർമാർ വിളിച്ച് സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ചോദിച്ചുള്ള മറുപടിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനൊരു നല്ല റിസൾട്ട് തന്നെ അവർ തിരിച്ച് നല്ല രീതിയിൽ
എല്ലാവരുടെയും സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. വീണ്ടും അതേപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.